എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ എന്റെ ഈ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. അതായത് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇന്നത്തെ ഓണം മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ് നമ്മുടെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ ഫേസ് ഒക്കെ നന്നായി വാഷ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. പോൺസിന്റെ മോയ്സ്ചറൈസർ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. 55 രൂപയും കൂടെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അത്യാവശ്യം പട്ടികുരിയൊക്കെ കേൾക്കും. അത് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അവരുടെ അടുത്ത് മിണ്ടാണ്ടിക്കാൻ പറഞ്ഞാൽ അവർ മിണ്ടാണ്ടിക്കില്ല. അപ്പൊ ആ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൺസ്ക്രീൻ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഈ ഡെംഡോക്കിന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. പർപ്പിൾ കളർ സൺസ്ക്രീൻ ആണ് എടുക്കുന്നത്. അപ്പൊ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇങ്ങോട്ട് നോക്കണേ. മിറർ നോക്കി ചെയ്തില്ലെങ്കിൽ അവസാനം കൊളാവും. അപ്പൊ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൺസ്ക്രീൻ ഇട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രൈമർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ അടുത്തത് പ്രൈമറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പ്രൈമർ ഞാൻ ഇവിടെ എൻവൈബയുടെ 4-in-1 പ്രൈമറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈമർ യൂസ് ചെയ്യാം കേട്ടോ. ഈ പ്രൈമർ നല്ലൊരു പ്രൈമറാണ് കേട്ടോ. നല്ലൊരു ബേസ് തരുന്നുണ്ട് കേട്ടോ ഈ പ്രൈമർ. അപ്പൊ പ്രൈമർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കൺസീലർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ എൻവൈബയുടെ കൺസീലറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസീലർ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ വളരെ കുറച്ച് കൺസീലർ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ മേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പൊ മേടിച്ച പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കാത്ത പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നതാണോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അത് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച് നോക്കാതെ ഒരു ട്രയൽ നോക്കാതെ അത് നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല. പിന്നെ അതെങ്ങനെ ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ തന്നെ കൊള്ളാവൂലേ. അപ്പോൾ ഞാൻ ഇവിടെ കൺസീലർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ സംഭവം കണ്ടോ, ഞാൻ തോണ്ടി കുഴിയായിപ്പോയി. എനിക്ക് ഐബ്രോസ് തരില്ലാത്ത കാരണം ഞാൻ അത് നന്നായി യൂസ് ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐഷാഡോ ഇട്ട് കൊടുക്കാം കേട്ടോ. ഐഷാഡോ ഞാൻ ഈ ഒരു റെഡ് കളറാണ് എടുത്തിടുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ഐഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ ഈ ഐഷാഡോ ഇട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫൗണ്ടേഷൻ ഇടുക. അല്ലെങ്കിൽ ഇതിന്റെ ഒക്കെ കളർ ഫൗണ്ടേഷനുമേ വരും. ഞാൻ ഈ എൻവൈബയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് ഫൗണ്ടേഷനെ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ വല്ലാണ്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതാണ്. അപ്പോൾ നന്നായി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫൗണ്ടേഷൻ ആയാലും കൺസീലർ ആയാലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടാ. നമ്മൾ ഓൾറെഡി ഞാൻ ഇവിടെ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും ഫസ്റ്റ് തന്നെ മേക്കപ്പിന്റെ തുടക്കത്തിൽ തന്നെ ലിപ് ബാം ഇട്ട് കൊടുത്തോളൂ കേട്ടാ. ഇനി നമ്മൾ കണ്ണെഴുതി കൊടുക്കാൻ പോവാണ്. അപ്പൊ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഐലൈനർ ആണ് എഴുതി കൊടുക്കാൻ പോകുന്നത്. ഐലൈനർ ഞാൻ ഇവിടെ നോക്കി എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചളാവും. ഞാൻ അത് എഴുതിയിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മൾ കണ്ണൊക്കെ എഴുതി ചിന്തയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ഇതൊക്കെ ഞാൻ മുന്നേ പരിചയപ്പെടുത്തിയ സംഭവങ്ങളാണ് കേട്ടോ. മാൾസിന്റെ മസ്കാരയാണ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ മസ്കാരയ്ക്ക് ഇട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഇൻസൈഡ് കോസ്റ്റ്യൂംസിന്റെ ബ്ലഷ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലിപ് മേക്കപ്പിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാനൊരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്പിന്റെ ബോർഡർ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ലിപ് ലൈനർ ഉപയോഗിച്ചിട്ട് ലിപ്പിന്റെ ബോർഡർ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. ഇതെന്റെ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് ആണ്. പക്ഷെ കഴിയാറ്
കണ്ടോ, ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ആത്മാവ് വരെ ഞാൻ ഊറ്റിയെടുത്തു. എന്നാലും ആത്മാവിന്റെ ആത്മാവ് ഉണ്ടാവല്ലോ, അതും കൂടെ ഊറ്റിയെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ ഒരു ക്രഷൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ? ഇനി ഈ മുടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഇവിടുന്ന് ഒരു ക്ലിപ്പ് ഇട്ടു, ഇവിടുന്ന് ഒരു ക്ലിപ്പ് ഇട്ടു. പിന്നെ മുടി ഞാൻ ഇങ്ങനെ അയച്ചിടാണ് കേട്ടോ. നമുക്ക് ഓണൊക്കെയല്ലേ, അപ്പോൾ സെറ്റിൽമെന്റിന്റെ ഒപ്പം ഇങ്ങനെ മുടി അയച്ചിടുന്നത് നാടൻ രീതിയിൽ അയച്ചിടുന്നതല്ലേ നല്ലത്. പിന്നെ അടുത്തത് ഓർണമെന്റ്സ് ഇട്ട് കൊടുക്കാം. ഓർണമെന്റ്സ് ഇല്ലാതെ എന്ത് സെറ്റ് സാരി. ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അടിപൊളി മാലയാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇട്ടെടുക്കാം. ലൂസാക്കി ഇട്ട് കൊടുക്കാൻ മനുഷ്യൻ കുടുങ്ങിച്ചാവും. ഭംഗിയില്ലേ? ഇതിന്റെ ഒപ്പം ജിമിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജിമിക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടിന്റെ കുറവുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ പൊട്ടിന്റെ കുറവുണ്ടെന്ന്? അപ്പൊ നമുക്കൊരു പൊട്ട് കുത്തിയെടുക്കാം. ഇനി നമുക്കൊരു കുറി തൊട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഐഷാഡോ കൊണ്ടാണ് കുറി തൊട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓണം മേക്കപ്പ് ലുക്ക് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് എനിക്ക് എന്നോട് തന്നെ ഒരു ക്രഷൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഭയങ്കര വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഞാൻ അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കുമായിരുന്നു. ആദ്യമൊക്കെ ചളാവെങ്കിലും ഇപ്പൊ അത്യാവശ്യമൊക്കെ നന്നായി സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എന്നോട് തന്നെ ഒരു ക്രഷും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ശരിക്കും അതല്ല വേണ്ടത്. നമ്മൾ മേക്കപ്പ് ചെയ്ത് നമ്മൾ സ്വന്തം കണ്ണടിയിൽ നോക്കും, നമുക്ക് തന്നെ ഇഷ്ടപ്പെടണം. നമുക്ക് കൊള്ളൂല എന്ന് തോന്നുന്നത് നമ്മൾ ഇടരുത്. നമുക്കിപ്പോ എനിക്ക് ഇത്ര അധികം ഫൗണ്ടേഷൻ കൊള്ളൂല എന്ന് തോന്നിയാൽ അപ്പന്നെ ഞാൻ തുടച്ചു കളയും. നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടപ്പെടണം, എന്നാലാണ് പിന്നുള്ളവർ നമ്മൾ ഇഷ്ടപ്പെടുള്ളൂ അല്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.